പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദീപികാനേശയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദീപികാരനാഥനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദീപികാരണ്യം എല്ലാ സുഹൃതങ്ങളുടെയും അറപ്പുരയാണ്. ദൈവം അത് ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് ആർക്കും കുറവുണ്ടാകാതിരിക്കുവാനാണ്. ഞാനൊരു സംഭവം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. എനിക്ക് പരിചയമുള്ളൊരു കുടുംബത്തിലെ മൂന്നാമത്തെ കുട്ടി ഉണ്ടാകുന്നതിന് മുൻപ് അവർ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും വന്ന വെള്ളിയാഴ്ച ശുശ്രൂഷകൾ കൂടി അവർക്കും അവർ ഉദരത്തിലുള്ള കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. ജോലികൾക്കിടയിലും ഒത്തിരി ത്യാഗത്തോടെ സമയം ക്രമീകരിച്ചാണ് അവരെ വന്നു പോയിരുന്നത്. പിന്നീട് ഈ കുഞ്ഞ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോഴേ കുഞ്ഞിന് മാംസം മുക്കുന്നതിനൊക്കെ എനിക്കിടയായി. പിന്നീട് നാളുകൾക്ക് ശേഷം അവർ പറയുകയായിരുന്നു, എല്ലാ വെള്ളിയാഴ്ചകളിലും ഈശോയുടെ സന്നിധി വന്ന് ആരാധന കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പുറത്തു വന്ന ഈ കുഞ്ഞ് ശാന്തമായി സ്വസ്ഥമായി ഒത്തിരി കഴിവുകളോടുകൂടിയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതെന്ന്. അതിനു മുമ്പുള്ള 2 കുഞ്ഞുങ്ങൾക്കും ഇതുപോലൊരു കരുതൽ അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അവരെന്നെയും അധികം പരിചയമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴവരെ അതിൻ്റെ പ്രയോജനം ലോകത്തോട് മുഴുവൻ പറയുകയാണ്. അതുകൊണ്ട് ദീപികാരനാഥന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദീപികാരനാഥൻ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തെ മാറ്റുന്നുണ്ട്. നമുക്ക് ആവശ്യമായതെല്ലാം നമ്മൾ ചിന്തിക്കുന്നതിൽ കൂടി നൽകുന്നുണ്ട്. ആ വിശ്വാസം ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കണം. മിസ്റ്റർ ഡൊമിനിസാഗിയോ പറയാറുണ്ട്, എനിക്ക് ഈ ലോകത്തിൽ ആനന്ദിക്കുവാൻ ദീപികാരൻ ഈശോയോടുള്ള ബന്ധം മാത്രം മതിയെന്ന്. അതെ, ലോകത്തിലെ ഏറ്റവും ആനന്ദം ദീപികാരനാഥനുമായിട്ടുള്ള ബന്ധമാണ്. ഒപ്പം ദീപികാരനാഥനോട് ഭക്തിയുള്ള വിശുദ്ധരായ വൈദികരുമൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടോ, കടലിൽ എത്ര തുള്ളി വെള്ളമുണ്ടോ, അത്രയും സ്തുതിവചനങ്ങളാൽ പരിശുദ്ധ കുർബാനയ്ക്ക് സ്തോത്രവും ആരാധനയും ഒക്കെ ഉണ്ടായിരിക്കട്ടെ എന്ന്. ഹോസിയയുടെ പുസ്തകം 11-ാം അധ്യായം 8-ാം തിരുവചനം, എബ്രാഹിം ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും, ഇസ്രായേൽ ഞാൻ നിന്നെ എങ്ങനെ കൈവിടും. അതേ, ദീപികാരുണ്യം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. ദീപികാരനാഥനായ ഈശോ നമ്മുടെ കുടുംബത്തിന്റെ നാഥനായി വരുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ അത് കൃപയായിട്ട് മാറും, അനുഗ്രഹമായിട്ട് മാറും. ജീവിതത്തിലെ പല കുടുംബങ്ങളും തകർച്ചയിലൂടെ കടന്നു പോകുന്നതിന് കാരണം അവർക്ക് ദീപികാരണത്തിന്റെ ശക്തി തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയും, നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മുടെ എല്ലാ ജീവിത അവസ്ഥകളിലും നമുക്ക് ദീപികാരനാഥനോട് ചേർന്ന് നിൽക്കാം. കാരണം ദീപികാരനാഥൻ ശക്തിയാണ്, അനുഗ്രഹമാണ്. ലോകത്തിൽ മറ്റാർക്കും തരാത്ത കൃപകളെ അവിടെ നമുക്ക് പ്രദാനം ചെയ്യും. നമുക്ക് ദീപികാരനാഥനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളോടൊപ്പം വസിക്കുന്ന ദീപികാരനാഥ, അങ്ങാനുള്ള എല്ലാ സുഹൃത്തുക്കളുടെയും ഉറവിടം. ഞങ്ങൾക്കൊരു കുറവും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അങ്ങ് ദീപികാരനെ സ്ഥാപിച്ചതും ആ ദീപികാരത്തിന് മുമ്പ് ഞങ്ങളായിരിക്കുന്നതും. ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ ദീപികാരനുമുണ്ട്. ആ ദീപികാരത്തിന്റെ ശക്തി ലോകം മുഴുവൻ പ്രസരിക്കുന്നതിനായി വ്യാപരിക്കുന്നതിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ ദൈവസക്രാരിയായ പരിശുദ്ധ അമ്മേ, ദീപികാരണത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതാവശ്യങ്ങളിലേക്കും ചെരിയുവാൻ അമ്മ തന്നെ ഈശോയോട് പറയുകയും ഈശോ അങ്ങനെ എല്ലാ കുടുംബങ്ങളെയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാമ്മന്റെ സംസർഗവും എല്ലാ മക്കളുടെ എല്ലാ ജീവിതാവശ്യങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ.